61 വയസ്സ് പ്രായം ഉള്ള തങ്കച്ചൻ എന്നു പേരുള്ള തിരുവനന്തപുരത്തുകാരനായ ഒരാൾ കഴക്കൂട്ടത്ത് ഫാത്തിമ മാതാ പള്ളിയിൽ കയറി ഫാത്തിമ മാതാവിൻ്റെ വിഗ്രഹം അടിച്ചു തകർക്കുകയുണ്ടായി. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങിയ പള്ളി വികാരിയാണ് ഈ വിഗ്രഹം തകർക്കപ്പെട്ടതായിട്ട് കണ്ടത്. അങ്ങനെ ഇവർ CCTV പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തകർത്തത് ഈ തങ്കച്ചനാണെന്ന് മനസ്സിലായി. തങ്കച്ചൻ ഈ പള്ളി തകർത്തതിന് ശേഷം പതുക്കെ വലിയ വെളിയിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് തെരുവിളിയും ഏറ്റുമുട്ടലും നടന്നു. പരിശോധനയിൽ തങ്കച്ചന് മാനസിക രോഗമാണെന്ന്, മാനസിക രോഗത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്ന് പിടികിട്ടിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തെ പിന്നീട് വിടുകയായിരുന്നു, ചികിത്സയ്ക്കായിട്ടോ എന്തോ വിടുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഇനിയും ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് ദേവാലയം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കപ്പെട്ടതാണെന്നും അവിടെ വിഗ്രഹം ഇരുന്നാൽ അവിടെ ആ ദേവാലയം അശുദ്ധമാകുമെന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാതാകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അതനുസരിച്ചിട്ടാണ് അദ്ദേഹം തകർത്തതെന്ന് പറയുന്നു. ഇനിയും ഞാൻ തകർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാനസികാസ്വസ്ഥത കാരണമായിരിക്കും. പാടില്ല, വിഗ്രഹം പാടില്ല, ഇനിയും ഞാൻ ചെയ്യും. വിഗ്രഹാരാധന പാടില്ല. അതും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇരിക്കേണ്ട സ്ഥലമായ ദേവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ വിഗ്രഹങ്ങളെല്ലാം അടിച്ച് പുറത്താക്കണം, തല്ലി പൊട്ടിച്ചളയും. പത്രോസ് ഏതൻസിൽ പൗലോസ് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അനേകം വിഗ്രഹങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര രോഷം തോന്നി. ഈ എന്തിനാണ് ഇത്ര വിഗ്രഹം, ഭയങ്കര കലി തോന്നി. പക്ഷെ അദ്ദേഹം ഒരു വടിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെയൊന്നും തല്ലി ഒടിച്ചില്ല. മറിച്ച് അദ്ദേഹം സുവിശേഷ പ്രഘോഷണം വഴി വിഗ്രഹ ആരാധനയിൽ നിന്ന് ജനങ്ങളെ മാറ്റുകയാണ് ചെയ്തത്. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, സുവിശേഷ പ്രഘോഷണം ചെയ്യുന്ന നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ജനത്തെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലവർ ബൈബിൾ വായിച്ചതിന് ശേഷം വിഗ്രഹം തെറ്റാണെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ വിഗ്രഹ ആരാധനയ്ക്കെതിരെ ഇടുന്ന ഞങ്ങളുടെ തന്നെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഈ വിഗ്രഹം വേണ്ട എന്ന് വെക്കുകയോ ചെയ്യുമ്പോൾ പ്രായമായ മാതാപിതാക്കൾക്ക് വിഷമമാകുന്ന, അവർ കണ്ട കുഞ്ഞിനെ മുതലേ അവരാരാധിച്ച ഈ ഡാവിഞ്ചിയുടെ ആ തടിക്കാരനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തെയൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ഒരു വലിയ വിഷമമുണ്ട്. അപ്പോൾ എന്നോട് മക്കൾ പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, ബ്രദർ എന്ത് ചെയ്യും, അപ്പനും അമ്മയ്ക്കും സങ്കടമാണെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, അവരെ സങ്കടപ്പെടുത്തി ബലമായി നിങ്ങൾ വീട്ടിൽ നിന്ന് വിഗ്രഹം എടുത്ത് മാറ്റരുത്. മറിച്ച് നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ആ ജോലി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10-20 ദിവസം ദൈവം സമയം തരുക. 20 ദിവസം കൊണ്ട് ഇവരെ വചനം പഠിപ്പിച്ചു കൊടുത്ത് ഇവരെ വിഗ്രഹ ആരാധനയിൽ നിന്ന് മാറ്റി ഇവരെ ആത്മാവായ ദൈവത്തിലേക്ക് തിരിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. മറിച്ച് കായിക അഭ്യാസത്തിലൂടെ ഇതെൻ്റെ വീടാണ്, ഇത് ഞാൻ വില കൊടുത്ത് മേടിച്ചതാണ്, ഞാൻ എൻ്റെ വീട്ടിൽ വിഗ്രഹം വെക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചൊടിച്ച് കളയുകയോ ഒന്നുമല്ല. അത് അവർക്ക് വേദനയാവും. ഈ വയസ്സായ നിങ്ങളുടെ അപ്പനമ്മയ്ക്ക് അത് വേദനയാവും. ഇവിടെ കണ്ട കുരിശടിയിലാണ് കയറിയത്, അയാളുടെ അല്ലല്ലോ കുരിശടി. അയാൾ കയറി അടിക്കേണ്ട കാര്യമൊന്നുമില്ല, തല്ലിപ്പൊട്ടിക്കേണ്ട കാര്യം എന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പോട്ടെ, അത് മാനസികരോഗ്യമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ളവർ അല്ലെങ്കിൽ ബോധവും വിവരമുള്ള നമ്മൾ ഇതിനെക്കുറിച്ച് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ മനുഷ്യരുണ്ടാക്കുന്ന കളിമണ്ണിലൊന്നും ദൈവമില്ല, അവനാര് ദൈവത്തെ ഉണ്ടാക്കുക. കഞ്ചാവും കള്ളും കുടിച്ചിട്ട് ചിലരെങ്കിലും കഞ്ചാവും കള്ളും കുടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ കളിമൺ വിഗ്രഹത്തെ ഒരച്ഛൻ വന്ന് ആനാൻ വെള്ളം തളിച്ചു കഴിഞ്ഞ ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ വന്ന് പ്രവേശിക്കുമെന്നൊന്നും ഇതൊക്കെ മറ്റേ പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിയിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. വിഗ്രഹം വെക്കാനേ പാടില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പോലും പഠിപ്പിച്ചത്. അതാ പത്രോസ് പഠിപ്പിച്ച് യോഹന്നാൻ വിഗ്രഹത്തിൽ നിന്ന് ഓടി അകലാനാണ് പറയുന്നത്, വിഗ്രഹത്തെ ആരാധിക്കരുതെന്നാണ് പറയുന്നത്. അതിന് വിഗ്രഹ ആരാധകർ അതൊക്കെ ഹൈന്ദവരുടെയാണെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവരുടെ കൗശലമാണ്. വിഗ്രഹത്തെ ആരാധിക്കരുത് പറയുമ്പോൾ സ്വയമേ വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾക്കത് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാതാപിതാക്കൾ വയസ്സായ മാതാപിതാക്കളെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് നമ്മൾ ബലമായിട്ട് വിഗ്രഹം എടുത്ത് മാറ്റുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ഉള്ളത്, നിങ്ങളെ കാണിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് സുവിശേഷം കൊടുത്തുകൊണ്ട്, എന്തുകൊണ്ട് അവർക്ക് വചനം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇത് തെറ്റാണ്, ഇതിൽ ദൈവമില്ല, ഇതിൻ്റെ അകത്ത് ഒരു ആത്മാവുമില്ല, ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കത്തുള്ളൂ,
എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ ബോധിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ മാറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് സുവിശേഷത്തിൽ നിങ്ങൾ ശക്തിപ്പെടാത്തതെന്ത്? ഇതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കട്ടെ. മറ്റുള്ളവരെ സുവിശേഷം കൊണ്ട് സുവിശേഷം പ്രചരിപ്പിച്ചിട്ടാണ് നമ്മൾ അവരെ വിഗ്രഹങ്ങളിൽ നിന്നെല്ലാം അവരെ മാറ്റിയെടുക്കേണ്ടത്